Praise the Lord. Hallelujah. Glory be to God. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരു ദിവസം കൂടെ തന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്നതിനോട് നന്ദി പറയാം. ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന ദിവസം, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് തന്നെ യഹോവയിൽ നിന്ന് നമുക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ഉന്നതനെ അത്യുന്നതനെ അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കാം. നമുക്ക് പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നീ വചനം ഷെയർ ചെയ്യുന്ന ഈ ദിവസത്തെ ഓർത്ത് സമയത്ത് ഓർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പിതാവും പുത്രനും വിശുദ്ധാനുവിൻ്റെ നാമത്തിൽ കർത്താവ് പറയുന്ന വചനം യേശുവിൻ്റെ തിരത്തത്താൽ മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർ അനേകം ആൾക്കാരും ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഇറങ്ങിച്ചു വരാനുള്ള കുറവ് കൊടുക്കുന്നതിന് ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പിന്നെ നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 2 വാക്യം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സസ് 2. ഇത് പറയുന്നത്, വെൻ യു പാസ് ത്രൂ ദ വാട്ടേഴ്സ് ഐ വിൽ ബി വിത്ത് യു, ആൻഡ് ത്രൂ ദ റിവേഴ്സ് ദേ ഷാൽ നോട്ട് ഓവർഫ്ലോ യു, വെൻ യു വാക്ക് ത്രൂ ദ ഫയർ യു ഷാൽ നോട്ട് ബേൺഡ് നോർ ഷാൾ ദ ഫ്ലെയിം സ്കോച്ച് യു. ബൈബിൾ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അപ്പോൾ നിൻ്റെ മേതെ കവിയയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അതാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം, കർത്താവ് ശക്തമായിട്ട് ഇന്ന് വചനം എല്ലാവരോടും സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു വഴി കർത്താവ് തുറക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അനുകൂലമായിട്ടൊന്നും അല്ല, ഒരു കുറേ നാൾ കൂടിയിട്ടാണ് ഒന്ന് എനിക്കൊരു ജോലി കിട്ടിയത്, അതും ഒന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും പോയി. അറിയത്തില്ലോ. ഹല്ലേലൂയ. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ബൈബിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതിമാൻ കുലുങ്ങുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ബൈബിൾ പറയുന്നു, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ അലയും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. പ്രൈസിലോ. ഹല്ലേലൂയ. കർത്താവിലുള്ളവർക്ക് ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. ചിലപ്പോൾ നമുക്ക് നേരത്തെ എത്ര സൗകര്യം കാണത്തില്ല, പക്ഷേ കർത്താവ് നമ്മളെ പരിപാലിക്കും, കർത്താവ് നമ്മളെ പരിപോഷിക്കും. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ ഓർത്തോ, ഇന്നത്തെ അവസ്ഥയെ ഓർത്തോ നമ്മൾ ബുദ്ധിമുട്ടുന്ന കാര്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം എല്ലായ്പ്പോഴും നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് ബൈബിൾ പ്രസംഗിക്കുന്ന ആൾക്കാർ, കർത്താവിൻ്റെ വചനം എടുത്ത് കൈപ്പിടിക്കുന്ന ആൾക്കാർ, നമ്മുടെ സ്നേഹിതന്മാർ ഇവർ ശത്രുക്കളാവും. കാരണം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കും. കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിശാചുക്കൾ അടങ്ങിയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സാത്താനിക കോട്ടകൾ അടങ്ങിയിരിക്കത്തില്ല, അവരെങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരേ ഒരു കാര്യം, നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ശത്രുക്കൾ നമുക്കറിയാം, അവർ വലിയ മല പോലെ പ്രശ്നം ഉണ്ടാക്കി വരും. പക്ഷെ അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ കർത്താവ് തകർത്ത് കളയും. അതാണ് ദുഷ്ടന്മാരുടെ ആലോചന, അവരിൽ വെച്ച് തന്നെ കർത്താവ് തകർക്കുന്ന ദൈവത്തിനെ പരിശുദ്ധാത്മാ പറയുന്നുണ്ട്. ദുഷ്ടൻ്റെ ആലോചന തകർക്കുന്നുണ്ട് അവർ. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ ആലോചന കർത്താവ് തകർക്കും. കർത്താവ് പറയുന്നു, വേദം പറയുന്നത് കഴിഞ്ഞാൽ, യഹോവ എഴുന്നേറ്റിരിക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു. സങ്കീർത്തന പുസ്തകം പറയുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവരോ ഇച്ചിരി പറയാനുള്ളത്, കർത്താവിൻ്റെ വചനം പറയുന്നത് വെച്ചാൽ, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവ നിൻ്റെ നേരെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. കർത്താവിൻ്റെ ശക്തമായ വചനം. തുടർമാനോട് കർത്താവിൻ്റെ വചനം പറയുന്നു, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45 വേഴ്സസ് 2, 45 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രൈസിലോ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയും ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവം പറയുന്നു. എത്ര മല പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കർത്താവ് അത് പോയിട്ട് തകർത്ത് കളയുമെന്ന് ദൈവത്തിന് വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ സാഹചര്യത്തെ നോക്കരുത്, സാഹചര്യ സമ്മർദ്ദത്തെ നമ്മൾ നോക്കരുത്, പ്രതികൂലങ്ങളെ നമ്മൾ നോക്കാനായിട്ട് പോകരുത്. കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള ചിന്ത ഏത് സമയത്തും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള എന്ന് വെച്ചാൽ ഏത് സമയവും നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ള ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള പ്രൈസ് ദി ലോർഡ് ആ ചിന്ത നമുക്ക് വേണം. സങ്കീർത്തനം 91 സങ്കീർത്തനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായത് രാത്രിയിലെ വീരതയും പകൽ പകരുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടിച്ചൊരിഞ്ഞ സംഹാരത്തെയും എനിക്ക് പേടിപ്പാനില്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക്, യേശുക്രിസ്തുവിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരാൾക്ക് പേടിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം പറയുന്നു, മലപോലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഐസിയ ചാപ്റ്റർ 45:2 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടകരെ നിരപ്പാക്കിയും താമ്രവാദികളെ തേർത്ത് ഇരുമ്പോടമ്പിൽ ഓട്ടി ഖണ്ഡിച്ച് കളയുന്നതെന്ന് ചെയ്യുമെന്ന് ദൈവത്തിൽ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരേ ഒരു കാര്യം, കർത്താവ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ ഇൻ അവർ ലൈഫ്. അതാണ് പറയുന്നത്. ഈ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:8 ഇതിൽ പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 8 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പ്രൈസ് ലോർഡ്. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരെ കർത്താവും അടുത്ത് വരുന്ന ഇതിൽ വിശദം. ഡ്രോ നിയർ ടു ഗോഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. കം ടു ദ ലോർഡ്, ദെൻ ഗോഡ് വിൽ കം ടു യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകണം. പ്രൈസ് ലോർഡ്. ദൈവവിശ്വാസമുള്ള വ്യക്തിയാകണം. ഈ ദൈവം എന്നെ സംരക്ഷിക്കുന്നുള്ള ചിന്ത നമുക്ക് വേണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര ബുദ്ധിമുട്ടിൽ വന്നു കഴിഞ്ഞാലും ഈ ദൈവം എന്നെ സംരക്ഷിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ശത്രുക്കളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതെന്ന് അവസാനിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാവും. അത് നമ്മുടെ വീട്ടുകാർ കാണും, സഹോദരങ്ങൾ കാണും, സ്വന്തക്കാർ കാണും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ പല രീതിയിലുള്ള ബന്ധങ്ങളിൽപ്പെട്ട ആൾക്കാർ കാണും, ബന്ധമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ കാണും. പ്രൈസ് ലോർഡ്. അവരെന്ന് അവസാനിക്കുന്ന വെച്ചാൽ മരണം വരും കാണും. കാരണം നമ്മൾ കർത്താവിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. കർത്താവിനും പിശാചിനും തമ്മിൽ എന്ത് ബന്ധം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിനും പിശാചിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രൈസ് ലോർഡ്. അവർ രണ്ടും ദൈവത്തെ ഒരേ ഒരു വഴിക്ക്, സ്വർഗീയ വഴിക്കൂടെ പോകുന്നു. പിശാച് പോകുന്നത്, പ്രൈസ് ലോർഡ്, അത് സാത്താൻ അന്ധകാരത്തിൻ്റെ വഴിക്കൂടെ പോകുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിക്കും മരണം പേരും പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടുകാരാണ്, സഹോദരങ്ങളാണ്. ഒരാൾ ഒരിക്കലും കോംപ്രമൈസ് വെക്കരുത്. ഒരു രോഗി അവരോട് വെക്കരുത്, ഒരു കോംപ്രമൈസ് വെക്കരുത്. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർ ഒരു കോംപ്രമൈസും വെക്കരുത്. രോഗി വർത്താനത്തിൽ നിൽക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു കുശലം പറയാനും നിൽക്കരുത്. കാരണം കർത്താവിൻ്റെ വചനത്തിനെതിരാണ് അവർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗി വർത്താനത്തിലോ അവരോട് ചായ മേടിച്ച് കുടിക്കാനൊന്നും പോകരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:12 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കണ്ണ് നീതിവാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. 1 പത്രോസ് 3:1 പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. കർത്താവിൻ്റെ വേല തടസ്സപ്പെടുത്തുന്ന ആൾക്കാരാണ് ദുഷ്പ്രവർത്തിക്കാർ. ദൈവവേലയെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാരാണ് ദുഷ്പ്രവർത്തിക്കാർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരാണ് ദുഷ്പ്രവർത്തിക്കാർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കണ്ണ് നീതിവാന്മാരുടെ മേലും. അതാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കർത്താവ് നമ്മളെ ഇങ്ങനെ ദൃഷ്ടി വേണ്ടി, അത് നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു വരുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൃഷ്ടി എല്ലാ മേഖലകളിലും നമ്മൾ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചനകൾ പറഞ്ഞു വരുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകേണ്ട വഴി നമ്മൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഏത് വഴി കൂടി ഞാൻ പോകേണ്ടത്, എങ്ങനെ പോകണം? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ പോകുന്നതാണ് കർത്താവിന് അധികം ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ പദ്ധതി നമ്മളിലേക്ക് വെളിപ്പെടാൻ പറ്റും. ഈ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ ശല്യം ചെയ്യുന്നേക്കാളും ഭേദം നമ്മൾ ഒറ്റയ്ക്ക് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ച് നടക്കുന്നതാണ് കർത്താവിന്. ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയമല്ല, പ്രാർത്ഥന സമയത്ത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സമയത്ത് മാത്രം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ മാത്രം. പ്രൈസ് ലോർഡ്. അല്ലാത്ത സമയത്ത് നമുക്ക് വേണം, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ലാത്ത കർത്താവ് തുണ തരും, ഒരുമിച്ച് എടുക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവിന് താല്പര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആകസ്മിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശത്രുക്കൾ ഇതുമാത്രം കൈവക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ചിന്തിച്ചു പോകാതെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഞാൻ പെട്ടെന്ന് ഒരു ജോലി, അതുപോലെ പെട്ടെന്ന് നമുക്ക് കിട്ടിയൊരു അനുഗ്രഹം, പ്രൈസ് നമ്മൾ വിചാരിക്കുന്നത് കിട്ടിയതാണ്, അത് പെട്ടെന്ന് ഇല്ലാതാകും. പ്രൈസ് ലോർഡ്.
എന്തോ അതിലൂടെ വലിയൊരു നമ്മുടെ ജീവിതത്തിൽ എതിരായിട്ട് എന്തോ വരാൻ പോകുന്ന കർത്താവ് മാറ്റിക്കളഞ്ഞ. നമ്മൾ വിചാരിക്കും അയ്യോ അത് പോയി, അത് ലോകത്തിന് പരമായിട്ട് ഇത്ര കിട്ടും ഇത്ര ഉണ്ടായതിന്. പക്ഷേ നമുക്കെതിരായിട്ട് വരുന്ന എന്തോ വലിയൊരു പിശാച പ്രവൃത്തി കർത്താവ് മാറ്റിക്കളഞ്ഞു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ പരാജയങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അത് നിരാശപ്പെട്ടിരിക്കരുത്. നിരാശപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ നിരാശ അത് പിശാചിൻ്റെയാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നത് പിശാചിന് അവസരം കൊടുക്കുകയുള്ളൂ. നിരാശയുള്ള സ്ഥലത്ത് കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ കർത്താവിൻ്റെ വചനം നമ്മൾ പറയണം. യെശയ്യാ പ്രവാചന പുസ്തകം അത് 43-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവൻ നിൻ്റെ മേലെ കവിയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്ത് പോകുകയില്ല, അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കത്തുമില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു പ്രാർത്ഥികടായിരിക്കുന്നു. പിതാവേ, നന്ദിയോടെ ചോദിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശയ്യാ പ്രവാചന പുസ്തകം 41 Isaiah chapter 43:2 ഡിക്ലെയർ ഹിയർ. യേശുവിൻ്റെ നാമത്തിൽ അത് കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. അനേകം ആൾക്കാർ കർത്താവെ ആ ഒരു ദൃഢവിശ്വാസത്തിലേക്ക് വരട്ടെ. യേശു ക്രിസ്തു ആണ് ഏക സംരക്ഷകനുള്ള വിശ്വാസത്തിലേക്ക് വരട്ടെ. കർത്താവ് രക്ഷകനും അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം എന്നുള്ള ചിന്തയിലേക്ക് വരാനുള്ള കൃപെടുക്കുന്നതിനോട് കർത്താവ് നന്ദി പറയുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തരണം ചെയ്യാനുള്ള കൃപെടുക്കുന്നതിനോട് നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ദുരാത്മശക്തിയെ ഞാൻ റിബ്യൂക്ക് ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ ശബ്ദം തമ്മലത്തീത്തപ്പന ശബ്ദം തമ്മലത്തീത്തൊക്കെ ഞാൻ സീഞ്ഞ വിഷൻ ആരുടെയോ ഒരു വലിയ എന്തോ നിങ്ങൾ അനേക ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നിങ്ങളുടെ അടുത്തേക്ക് വലിയ കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ മറുപടി വരുന്നു. പക്ഷെ മറുപടി വരുന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എന്തോ ചെറിയൊരു ഡാമേജ് പറ്റുമോ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വഴികൾ നിങ്ങൾ റിപ്പൻറ്റൻസ് വരണം. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വീണ്ടും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവ് റീസ്റ്റോർ ചെയ്യാൻ കർത്താവ് അത് നിങ്ങൾക്ക് തന്ന അനുഗ്രഹം ദുഷ്ടം തടയാതെ വരണം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ ശക്തനാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വിഷ്ണുവർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോർത്തും കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആർത്തറ്റിസായിട്ടുള്ള വ്യക്തികളോർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശാന്മാൻ്റെ ശക്തി അവരിലേക്ക് ചെല്ലട്ടെ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഒരു ദിവസത്തോടെ ഒരു പ്രാവശ്യമോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. God bless you. Okay. Thank you very much. God bless you.